നമസ്കാരം. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ പാർലമെന്റ് മന്ത്രി സമുച്ചയത്തിന്റെ സുരക്ഷാ ചുമതല ഇനി സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഏറ്റെടുക്കും. അടുത്തിടെ നടന്ന പാർലമെന്റ് സുരക്ഷാ ലംഘനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഡൽഹി പോലീസിൽ നിന്ന് സുരക്ഷാ ചുമതല CISF ഏറ്റെടുക്കുക. പുറത്തിറക്കിയ വിജ്ഞാപനത്തിലാണ് ആഭ്യന്തര വകുപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രവേശനം നടത്തുന്നവരെ പരിശോധിക്കുന്നതുൾപ്പെടെ എല്ലാ അനുബന്ധ ഉത്തരവാദിത്തങ്ങളും CISF ഏറ്റെടുക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിനുള്ളിലെ സുരക്ഷാ ചുമതലയിൽ നിന്ന് ഡൽഹി പോലീസിനെ പൂർണ്ണമായും ഒഴിവാക്കിയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം. ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാർ ബുധനാഴ്ച പുറത്തിറക്കി. പാർലമെന്റിനുള്ളിൽ പ്രവേശിക്കുന്നവരുടെ ദേഹപരിശോധന ഉൾപ്പെടെ എല്ലാവിധ സുരക്ഷാ നടപടിക്രമങ്ങളും ഇനി മുതൽ CISF കൈകാര്യം ചെയ്യും. കെട്ടിട സമുച്ചയത്തിനുള്ളിലെ സുരക്ഷയുടെ ഉത്തരവാദിത്തം ലോക്സഭാ സെക്രട്ടേറിയറ്റിന് തന്നെയായിരിക്കും. മന്ദിരത്തിന് പുറത്തുള്ള സുരക്ഷാ ചുമതല ഡൽഹി പോലീസിനാണ്. കഴിഞ്ഞയാഴ്ചയുണ്ടായ സുരക്ഷാ വീഴ്ചയെ തുടർന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ള വിശദമായ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും സുരക്ഷാ ഏജൻസികളുടെ ചുമതലയിലുള്ള മാറ്റം നടപ്പിലാക്കുന്നത്. വിമാനത്താവളങ്ങളും അണുശക്തി കേന്ദ്രങ്ങളും ഉൾപ്പെടെ 350-ലധികം സ്ഥാപനങ്ങളിൽ നിലവിൽ CISF സുരക്ഷാ ചുമതല നിർവഹിക്കുന്നുണ്ട്. സുരക്ഷാ പാളിച്ച ഉണ്ടായതിനു പിന്നാലെ പാർലമെന്റ് മന്ദിരത്തിലേക്കുള്ള പ്രവേശന വ്യവസ്ഥകൾ കേന്ദ്ര സർക്കാർ കൂടുതൽ കടുപ്പിച്ചിരുന്നു. സന്ദർശകർക്കും അത്യാവശ്യമല്ലാത്ത ജീവനക്കാർക്കും വിലക്ക് ഏർപ്പെടുത്തി. MPമാർക്കും അവരുടെ സ്റ്റാഫിനും പ്രത്യേക പ്രവേശന കവാടങ്ങൾ അനുവദിച്ചു. മാധ്യമപ്രവർത്തകർക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി. പിന്നീട് മൂന്നാമത്തെ കവാടത്തിലൂടെ പ്രവേശനാനുമതി നൽകി. സന്ദർശകരെ വീണ്ടും അനുവദിക്കുന്ന പക്ഷം 4ാം ഗേറ്റിലൂടെയാകും പ്രവേശിപ്പിക്കുന്നത്. സന്ദർശകരുടെ ഗ്യാലറി ചില്ലുകൊണ്ട് മറയ്ക്കാനും തീരുമാനമായി. വിമാനത്താവളങ്ങളിലേതുപോലെയുള്ള ബോഡി സ്കാൻ മെഷീനുകൾ സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പുതിയതും പഴയതുമായ പാർലമെന്റ് സമുച്ചയവും അനുബന്ധ കെട്ടിടങ്ങളും CISFന്റെ സമഗ്ര സുരക്ഷാ കവറേജിന് കീഴിൽ കൊണ്ടുവരും. പാർലമെന്റ് സെക്യൂരിറ്റി സർവീസ്, ഡൽഹി പോലീസ്, പാർലമെന്റ് ഡ്യൂട്ടി ഗ്രൂപ്പ് എന്നിവയുടെ നിലവിലുള്ള ഘടകങ്ങളും ഉണ്ടായിരിക്കും. സുരക്ഷാ പ്രോട്ടോകോളുകൾ കാര്യക്ഷമമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കൂടിയാണ് മാറ്റം. സുരക്ഷാ ലംഘനത്തെ തുടർന്ന് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ട് വിശദമായ സുരക്ഷാ സർവേക്ക് ശേഷമാണ് ചുമതല ഏറ്റെടുക്കുക. കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളെ സംരക്ഷിക്കുന്ന CISFന്റെ സർക്കാർ ബിൽഡിംഗ് സെക്യൂരിറ്റി യൂണിറ്റിൽ നിന്നുള്ള വിദഗ്ധർ, സേനയുടെ ഫയർ കോംബാറ്റ് ആൻഡ് റെസ്പോൺസ് ഓഫീസർമാർ, നിലവിലെ പാർലമെന്റ് സെക്യൂരിറ്റി ടീമിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരടങ്ങിയ ടീം ഈ ആഴ്ച അവസാനത്തോടെ സർവേ നടത്തും. സർവേ നടത്തിയ ശേഷം CISF റിപ്പോർട്ട് സമർപ്പിക്കും. സെൻസിറ്റീവ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സംയോജിത സുരക്ഷാ പരിരക്ഷ നൽകുന്ന കേന്ദ്ര സായുധ പോലീസ് സേനയാണ് CISF. നിലവിൽ എയ്റോസ്പേസ് ഡൊമൈനുകൾ, സിവിൽ എയർപോർട്ടുകൾ, ആണവ സൗകര്യങ്ങൾ തുടങ്ങി പല കേന്ദ്ര സർക്കാർ മന്ത്രാലയ കെട്ടിടങ്ങൾക്കും ഉൾപ്പെടെ 350-ലധികം സ്ഥലങ്ങളിൽ CISF സുരക്ഷയൊരുക്കുന്നുണ്ട്. ഈ മാസം 13-നായിരുന്നു പാർലമെന്റിൽ അതിക്രമമുണ്ടായത്. 2001-ൽ പാർലമെന്റിനുള്ളിൽ നടന്ന ഭീകരാക്രമണത്തിൽ 9 പേർ മരിച്ചിരുന്നു. ഇതിന്റെ 22ാം വാർഷിക ദിനത്തിലാണ് അക്രമ സംഭവം ഉണ്ടായത്. ശൂന്യവേള അവസാനിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപായിരുന്നു സംഭവം. കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളികളുമായി ലോക്സഭാ സന്ദർശക ഗ്യാലറിയിൽ നിന്ന് സാഗർ ശർമ്മ, D മനോരഞ്ജൻ എന്നിവർ സഭാംഗങ്ങളുടെ ചേംബറിലേക്ക് ചാടുകയും മഞ്ഞ കളറിലുള്ള സ്മോക്ക് സ്പ്രേ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അമോൽ ഷിൻഡെ, നീലം ദേവി എന്നിവർ പുറത്ത് പ്രതിഷേധിക്കുകയായിരുന്നു. ഇവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകിയ വിശാൽ ശർമ്മ എന്ന 5-ാമനെ ഗുരുഗ്രാമിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന ലളിത് എന്നയാളും കീഴടങ്ങിയിട്ടുണ്ട്. പാർലമെന്റിലുണ്ടായ സുരക്ഷാ വീഴ്ചയെ തുടർന്നുണ്ടായ പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധം 146 പ്രതിപക്ഷ MPമാരുടെ സസ്പെൻഷനിലേക്ക് നയിച്ചു. അതിനിടെ പാർലമെന്റ് അതിക്രമ കേസിൽ കർണാടക പോലീസിലെ മുൻ DYSPയുടെ മകനെ അറസ്റ്റ് ചെയ്തു. ധാർവാഡ് സ്വദേശിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സായി കൃഷ്ണയാണ് അറസ്റ്റിലായത്. ലോക്സഭയിൽ അതിക്രമം കാട്ടിയ മനോരഞ്ജൻ എന്നയാളുടെ സുഹൃത്താണ് സായി കൃഷ്ണ. യുവാവിനെ പോലീസ് ഡൽഹിയിലെത്തിക്കും. കർണാടകയിലുള്ള ബാഗൽകോട്ടുള്ള വസതിയിൽ നിന്ന് ബുധനാഴ്ച രാത്രിയാണ് യുവാവിനെ കസ്റ്റഡിയിലെടുത്തതെന്ന് NDTV റിപ്പോർട്ട് ചെയ്തു. ഡൽഹി പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടെ മനോരഞ്ജനാണ് സായി കൃഷ്ണയുടെ പേര് പറഞ്ഞതെന്നാണ് വിവരം. വിരമിച്ച DYSP വിത്തൽ ജയകാലിയുടെ മകനാണ് സായി കൃഷ്ണ. ബംഗളൂരുവിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരാണ് മനോരഞ്ജനും സായി കൃഷ്ണയും. ബാഗൽകോട്ടയിലെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്നു സായി കൃഷ്ണ.